ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത്, അപ്പോൾ പുതിയ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ അടുത്ത സെഗ്മെൻറ്റിൽ എല്ലാവരും ഒരുക്കാനുള്ള കോസ്റ്റ്യൂംസൊക്കെ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞ ഗെറ്റപ്പിൽ ഇവിടെ വന്ന് ജോഡിയായിട്ട് റാമ്പ് വാക്ക് ചെയ്യണം, എല്ലാവരും പെർഫോം ചെയ്യണം. പിന്നെ മികച്ച വേഷത്തിനും പെർഫോമൻസിനുമായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കാൻ പോണത്. നിങ്ങൾക്ക് ഒരുങ്ങുവാനുള്ള ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയി റെഡിയാവുക എന്ന് പറഞ്ഞു. നിങ്ങളുടെ സമയം ഇത് ആരംഭിക്കായി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ അർജുനും മീനും കൂടെ നേരെ ചെന്നു. മീനു, ദാ നിൻ്റെ ഡ്രസ്സ്, നീ ഇത് വാങ്ങ എന്ന് പറഞ്ഞ് ആ മീനുൻ്റെ കൊടുത്തു. എന്നിട്ട് അർജുൻ്റെയും തിരിച്ചു വാങ്ങി. പെട്ടെന്ന് വേഷം മാറി വാ, റാണി വേഷത്തിൽ നിന്നെ കാണാനായിട്ട് എനിക്ക് കൊതിയാവുക. എന്തിനാ നീ എന്നെ റാണിയെപ്പോലെ കാണണമെന്ന് നീ ആഗ്രഹം പറഞ്ഞത്? എൻ്റെ മനസ്സിലെ റാണിയാ നീ, അതുകൊണ്ട് ആ വേഷത്തിലൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. റാണി വേഷത്തിൽ നീ കൂടുതൽ സുന്ദരിയായിരിക്കും എന്ന് പറഞ്ഞു. എന്തിനാ നീ എന്നെ ബാഹുബലിയെപ്പോലെ ഒരു രാജാവിനെ പോലെ കാണണമെന്ന് നീ ആഗ്രഹം പറഞ്ഞത്? അത് പിന്നെ നീ എൻ്റെ മനസ്സിലെ രാജാവ് തന്നെയാണ്. എൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ മനസ്സിലാക്കുന്ന, പങ്കുവെക്കുന്ന, എന്നെ എപ്പോഴും സംരക്ഷിക്കുന്ന എൻ്റെ സ്വന്തം രാജാവ്. അതുകൊണ്ടാണ് ആ വേഷത്തിലൊന്ന് കാണണമെന്ന് എനിക്കും തോന്നി. അപ്പോൾ രണ്ടുപേരും നല്ല റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ അതെ, പിന്നെ നമ്മൾ കാണേണ്ടത് നമ്മുടെ അഖിലേനെയും മീനുവിനെയും ആണല്ലോ. അപ്പോൾ അവർ ശരി റെഡിയാകാനായിട്ട് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ രണ്ടുപേരും ചാടിത്തുള്ളിയാ, ഡേ നിൽക്കടി അവിടെ എന്ന് പറഞ്ഞു. ദാ പിടി, ഇത് ഇന്നാ നിൻ്റെ ആഭരണങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവൻ്റെയും കൊടുത്തു. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചോ. എനിക്ക് ആപ്പ് വെക്കുമ്പോൾ തിരിച്ചൊരാപ്പ് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അയ്യോ പാവം വന്നിരിക്കുന്നു. ചെന്നിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. രണ്ടുപേരും കാലി പൂണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തത്, പക്ഷേ രണ്ടുപേർക്കും വിനയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പുറകെ പോയി. അപ്പോൾ ഇതേ റെഡിയായി, നമ്മുടെ രാജാവും റാണിയും റെഡിയായി. രണ്ടുപേരും ഇവിടെ ഇതേ കോസ്റ്റ്യൂംസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്. അപ്പോൾ അവളുടെ മുഖത്ത് കരിയൊക്കെ തേച്ച് കൊടുക്കുകയാണ് അഖിലയുടേത്. ഭയങ്കര സന്തോഷമായി നമ്മുടെ ഗൗതത്തിന്. അപ്പോൾ ഗൗതം ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നു. അർജുനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലും. അപ്പോൾ ഈ നോക്കിക്ക് എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പം അഖിലയ്ക്ക് ആകെ ഇതായിപ്പോയി. ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. അതെ, നിൻ്റെ മേക്കപ്പ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. എന്ത് മേക്കപ്പ്? അപ്പോൾ ഗൗതം ഓർത്ത് ഗൗതം ഇങ്ങനെ തന്നെ പോകാം എന്നാണ് വിചാരിച്ചത്. അഖിലതേണ്ട കരിയൊക്കെ വാരി ഗൗതത്തിൻ്റെ മുഖത്തൂടെയും തേച്ചങ്ങ് പിടിപ്പിക്കുകയാണ്. ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. കറുത്ത പൗഡറോ? പിന്നെ കുറവന് കറുത്ത നിറവാ. അതെ, കറുപ്പ് നിറവാന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? മിണ്ടാതിരിക്കട അവിടെ എന്ന് പറഞ്ഞ് മുഖത്തൊക്കെ മൊത്തം തൂത്ത് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അർജുനും മീനു ആണെങ്കിൽ എത്ര സന്തോഷത്തിലാണെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഹാപ്പിയാണ്. മീനുവിനെ കാണാൻ ആഗ്രഹിച്ച വേഷത്തിൽ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ അർജുൻ. ഇതേണ്ട വെറ്റിലെടുത്തിട്ട് അതിനകത്ത് എല്ലാം വടക്കയും ബാക്കും ഒക്കെ വച്ചിട്ട് നമ്മുടെ ഗൗതത്തിൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുക. വാ തുറക്കാനാണ് പറഞ്ഞത്. വാ പിടിച്ചിട്ട് വായിക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് ശരിയായത്. എന്താ? അയ്യോ ദേ വാ നീർന്നടി എന്ന് പറഞ്ഞു. എരിയട്ടെ, കുറച്ച് എരിയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാക്കിയുള്ളവരുടെയും ഓരോരുത്തരായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ മീനുവിനെ റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ അവശേഷം നമ്മുടെ അർജുനെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഗൗതത്തിനെ റെഡിയാക്കി ഒരു പരുവാക്കി നമ്മുടെ അഖില. എന്നിട്ട് അവസാനം കഴുത്തേലും മൂക്കേലും ഒക്കെ ഇതൊക്കെ ഇട്ട്, അയ്യോ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചരട്, എടി കഴുത്ത് വേദനിക്കുന്നുണ്ട്, നീ എന്തിനീ കാണിക്കുന്നത്? എന്നെ കൊല്ലാൻ നോക്കുകയാണോ? എന്താ രസം, സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നോക്കി എന്ന് പറഞ്ഞു. സൂപ്പർ. രണ്ടുപേരുടെ മുഖം കണ്ടിട്ട് രണ്ടുപേർക്കും തന്നെ ആകെ ദേഷ്യത്തിലാണ്. അപ്പോൾ ഇതേ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ അതേണ്ട എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ പെർഫോമൻസൊക്കെ എല്ലാവരും തകർത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ റാംബോക്കിനും പെർഫോമൻസിനുമായിട്ട് കപ്പിൾസിനെ ഓരോരുത്തരെയായിട്ട് ക്ഷണിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓരോരുത്തരെ മാറി മാറി ഇങ്ങനെ ക്ഷണിച്ചു. അവർ വന്നു, ഡാൻസ് കളിച്ചു, പാട്ട് പാടി, ഭയങ്കര സന്തോഷം. അപ്പം കാർത്തിക്കും സാൻഡ്രയും അതുപോലെ തന്നെ അടുത്തതായി ലെറ്റ്സ് മീ വെൽക്കം
നമ്മുടെ ഗൗതത്തിനെയും അഖിലേനെയാണ് വെറൈറ്റി ആയിട്ടുള്ള വേഷത്തിലാണ് രണ്ടുപേരും എത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പെർഫോമൻസ് അതിൽ മനോഹരമാക്കി അപ്പോൾ രണ്ടുപേരും പോന്നു ഭയങ്കര കലിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റാംബോക്കൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് മടി നടത്തുന്നുണ്ട് രണ്ടുപേരും. എന്നിട്ട് പോയി അടിപൊളി ഒരു ഡാൻസൊക്കെ ചെയ്തു കേട്ടോ. കുറവനും കുറത്തിയും കൂടെ മുല്ലപ്പൂവും പല്ലിനോ എന്ന് പറഞ്ഞാൽ പാട്ടിട്ടൊക്കെയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർത്തു രണ്ടുപേരും. പിന്നെ ഇനി അവസാനമായിട്ട് വരാനുള്ളത് നമ്മുടെ അർജുനും മീനും കൂടിയാണ്. വ്യത്യസ്തമായ പെർഫോമൻസ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നന്നായി. ഇത്രയും ഞാൻ ഇവരുടെ രണ്ടുപേരും വേഷം തിരഞ്ഞെടുത്തപ്പോഴും പ്രതീക്ഷിച്ചില്ല എന്ന് അഖിലയും നമ്മുടെ ഗൗതത്തിനെ കുറിച്ച് ഇവരിങ്ങനെ പറയുകയാണ്. പിന്നെ വന്നത് നമ്മുടെ അർജുനും മീനുമാണ്. പിന്നെ പറയണ്ടല്ലോ, രാജാവും റാണിയും കൂടെ തകർത്ത് അഭിനയിച്ചു എന്ന് പറയാം. നല്ല സെറ്റപ്പായിട്ട് ബാഹുബലിയായിട്ട് തന്നെയാണ് നമ്മുടെ അർജുൻ എത്തിയിരിക്കുന്നത്. രണ്ടുപേരും കൈയൊക്കെ കോർത്ത് പിടിച്ച് രാജാവും റാണിയും റാംബോക്ക് ചെയ്തു. ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും കണ്ടവർക്ക്. അപ്പോൾ എല്ലാവരുടെയും പെർഫോമൻസൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും മികച്ച രീതിയിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ എല്ലാവരും പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഈ ടാസ്കിലെ വിജയിയെ നമുക്ക് അനൗൺസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പം വാശിയേറി ഈ മത്സരത്തിൽ ഗെറ്റപ്പ് റൗണ്ടിൻ്റെ മത്സരത്തിൻ്റെ ഫലം ഞാനിവിടെ പ്രഖ്യാപിക്കാൻ പോവാണ്. അപ്പം ഓൾറെഡി റിസൾട്ടൊക്കെ കൈ കിട്ടി. അതിനു മുൻപായി ദമ്പതിമാരെല്ലാവരും ഈ സ്റ്റേജിലേക്ക് വരണം. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചു. ഫസ്റ്റ് പ്രൈസ് ആർക്കാണ് കൊടുക്കേണ്ടതെന്നത് ജഡ്ജസിന് ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്കായിരിക്കും ഒന്നാം സമ്മാനം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അവിടുന്ന് അർജുൻ മീനു എന്ന് പറഞ്ഞു, ഗൗതം അഖില എന്ന് പറഞ്ഞു കുറച്ച് പേര്. അപ്പോൾ ഇങ്ങനെ മാറി അപ്പം വേഗം തന്നെ ഓരോരുത്തർ മാറി ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഓക്കെ ശരി, ആരെ കൺഫ്യൂസ് അടിപ്പിക്കുന്നൊന്നുമില്ല, അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ തന്നെ അനൗൺസ് ചെയ്യാം ആരാണ് ഈ കോമ്പറ്റീഷനിലെ വിജയി എന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.